അങ്ങനെ നമ്മൾ MVDൻ്റെ ചെക്കിങ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവരൊരു ഉത്തരവ് ഇറക്കിയിന് ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളിലെ ഓഡിയോ വീഡിയോ സിസ്റ്റങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി, ഇത് റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അതിനി മുതൽ ബസ്സുകളിൽ പാട്ടുകളും അതേപോലെ തന്നെ TV-കളും ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിയന്ത്രണം. അതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന് വെച്ചാൽ കേരളം ഒഴികെ മറ്റുള്ള ഭാഗത്തൊക്കെ കർണാടക, തമിഴ്നാട്, അവിടെയൊന്നും വലിയ സീനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരും പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അവിടെ ഒന്നും ഈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊന്നും വലിയ കുഴപ്പങ്ങളില്ലെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് കേരളത്തിലാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് തമിഴ്നാടുകളിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ഇതിനൊന്നും അധികം അത്ര ഒരു സ്ട്രിക്റ്റ് വന്നിട്ടില്ല. MVD അത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ്. അത് അങ്ങനെ വരുന്നവരൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതനുസരിക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ടൂറിസ്റ്റ് ബസ്സുകാർക്കാർക്കും എന്താ പറയണ്ടേ ഇതിൻ്റെ എന്താ പറയണ്ട ഒരു അടി കൂടുതൽ കിട്ടുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ TV-യും മറ്റേ പാട്ടൊക്കെ ഒഴിവാക്കിയാൽ ഇനി ആരാ ബസ് കയറുക? എല്ലാവരും ഇനിയിപ്പം ഹെഡ്സെറ്റ് വെച്ചിട്ട് അവനവൻ്റെ ഫോണിലെ പാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ കമൻറ്റൊക്കെ കണ്ട് അവനവന് മൊബൈൽ വെച്ചിട്ട് കേട്ടാൽ പോലെ പാട്ട്. പക്ഷേ അവർ കേൾക്കുമായിരിക്കും, മറ്റുള്ളവരങ്ങനെ കേൾക്കുക. ഒരാളെ പോലെ ഇപ്പോൾ എല്ലാവരും ചെയ്യും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് വെക്കുന്നതിനും വീഡിയോ വെക്കുന്നതിനും സപ്പോർട്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ അവരുടെ ആ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വേണം. ഇതിന് മുന്നേ എന്ന് വെച്ചാൽ പഴയ കാലത്തും ഇത് ഓഡിയോ സിസ്റ്റം വീഡിയോ സിസ്റ്റം ബസ്സിൽ വെക്കുന്നില്ലേ, ആക്സിഡൻ്റ് ഒന്നും ആകുന്നൊന്നുമില്ലല്ലോ. അന്ന് ആക്സിഡൻറ്റ് വളരെ കുറവല്ലേ. ടൂറിസ്റ്റ് ബസ്സിൽ ആക്സിഡൻ്റ് ആവുന്നത് വളരെ ചുരുക്കമാണ്. പഴയ എന്താ പറയണ്ടേ കണക്കുകളെടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബസ്സുകളൊക്കെ ആക്സിഡൻറ്റ് അന്ന് ABS പോലും ഇല്ലാത്ത കാലത്ത് പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്ത കാലത്താണ് അത്രയും കളിച്ച ടീമുകളായിരിക്കും ബസ്സുകളെല്ലാം ഓടിച്ചവർ. ഇപ്പം പകുതി മുക്കാൽ ആൾക്കാരും ഇല്ല ബസ്. അന്നത്തെ കാലത്ത് ബസ് ഓടിച്ചവരൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അന്നേരം ഒന്നും ആക്സിഡൻറ്റ് ഇല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് ഒന്നും സ്ഥലം എത്തിയാൽ പറയാനൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ നിയമത്തിന് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. കാരണം പാട്ടും വീഡിയോസും ഒന്നും ഇല്ലാണ്ട് ഒന്നും ബസ്സിന് ആരും ബസ് ഓർഡർ ചെയ്യില്ല. TV വെക്കാണ്ടൊന്നും ഓർഡർ ചെയ്യില്ലല്ലോ. കാരണം TV ഇപ്പം പ്രൈവറ്റ് ബസ്സുകളിൽ ലിമിറ്റഡ് സ്റ്റോപ്പും ഓർഡിനറി ബസ്സുകളിലൊക്കെ TV നിരോധിച്ചു. പണ്ട് ചിലതിലൊക്കെ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ സംഭവം ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇനിയിപ്പം ചെണ്ട പോലത്തിലെ JBL സാധനമൊക്കെ ഇനി വീണ്ടും കഴിച്ചു മാറ്റേണ്ട അവസ്ഥ വരും. അവരിപ്പം വെട്ടുപോയി, അവർ വള്ള പെയിൻ്റ് അടിച്ചിട്ട് തന്നെ വെട്ടിച്ചുള്ളത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനി മുതൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെക്കിങ് ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ പിടിക്കും. കാരണം DJ ലൈറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിന് പുറമേ വെക്കുന്ന ലൈറ്റുകൾ, സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ സ്ട്രിപ്പ്, വൈപ്പറിന് വെക്കുന്ന ലൈറ്റുകളുടെ വൈപ്പറിൻ്റെ ലൈറ്റുകൾ പിടിക്കും. അതേപോലെ ഓഡിയോനോ വരുന്ന ബോർഡ് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അതും പിടിക്കും. അങ്ങനെ ഒരുപാട് ലൈറ്റുകൾ ഇതിൽ കണ്ടുവരുന്ന എല്ലാ നിയമലംഘനങ്ങളും പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.